നമ്മളൊക്കെ തമാശനായിട്ടെങ്കിലും പറയും ഒരു പൂവ് ചോദിച്ചാൽ ഒരു പൂന്തോട്ടം കൊടുക്കുമെന്ന്. പക്ഷെങ്കിൽ അത് അന്വർത്ഥമാക്കുന്നതാണ് മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളി സ്വദേശി സാജൻ, ബോഗൻവില്ലൈ സാജൻ എന്നറിയപ്പെടുന്ന സാജൻ കഴിഞ്ഞ 40 വർഷമായി 360 പരം നമ്മൾ കടലാസ് ചെടി എന്നൊക്കെ പറയുമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെങ്കിൽ ഇപ്പോൾ അത് ബോഗൻ വില്ലൈ എന്നാണ് അതിന് സാജൻ തന്നെ പേരിട്ടേക്കുന്നത്. 360 പരം വ്യത്യസ്ത ഇനങ്ങളിലുള്ള ബോഗൻവില്ല ചെടികൾ പുഷ്പിച്ച് നിൽക്കുന്നത് നമുക്ക് ഇപ്പോൾ ക്യാമറയിൽ കാണാം. സാജനോട് തന്നെ ഇതിൻ്റെ ഈ ചെടിയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ഞാൻ 40 വർഷമായിട്ടുള്ള ഒരു ഹോബിയാണ് അത്. അന്ന് ചെറുതായിട്ട് തുടങ്ങി ഇപ്പം കളക്ട് ചെയ്ത് 350 വെറൈറ്റി ബോഗൻവില്ല എൻ്റെ കൈവശമുണ്ട്. ഇനിയും കിട്ടാനുണ്ട്. അതിനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനൊരു കുറേ കൂടെ കൂട്ടണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഇതിൻ്റെ പരിചരണം എന്ന് പറഞ്ഞാൽ മഴക്കാലത്താണ് ശരിക്കും പരിചരണം. പിന്നെ അതിന് വളം എന്ന് പറഞ്ഞാൽ വെയിലാണ് ശരിക്കും. നല്ലപോലെ വെയിൽ കിട്ടുന്ന സ്ഥലത്തേ നല്ലപോലെ പൂക്കുള്ളൂ. തണലുണ്ടെങ്കിൽ അത്രയും പൂക്കുകയില്ല. പിന്നെ ഈ 360 പരം 350 പരം ഇതെങ്ങനെയാണ് ഈ ബ്രീഡ് സാധനം മനസ്സിലാക്കുന്നത്? നമ്മളിത് മനസ്സിലാക്കുന്നത് ഇതിന് പേരുണ്ട്, എല്ലാത്തിനും പേരുണ്ട്, ഓരോന്നിനും പേരുണ്ട്. പിന്നെ അതിൻ്റെ കളർ കാണുമ്പോൾ നമുക്കറിയാം ഇന്ന് പേരുള്ള സാധനമാണെന്നറിയാം. ഇതെല്ലാം വെളിനാട്ടിൽ നിന്നൊക്കെ വരുന്നതാണ്. പക്ഷെ 40 വർഷം മുമ്പ് സാജൻ പറഞ്ഞനുസരിച്ച് സാജൻ ഒരു വ്യാപാരിയാണ്, ഒരു കർഷക കുടുംബമൊക്കെ ആയിരിക്കുമല്ലോ. പക്ഷെ എങ്ങനെയാണ് ഇതിന്റെ ഒരു ചെടിയോടുള്ള ഇഷ്ടം കാരണം അന്ന് ഇത് തുടങ്ങിയ ഒരു സാധനം എനിക്കതിനെ ബോഗൻവില്ല ഇഷ്ടപ്പെട്ടു. പിന്നെ അങ്ങനെ അതിൻ്റെ കളക്ഷൻ തുടങ്ങി. അങ്ങനെ 40 വർഷമായിട്ട് കളക്ട് ചെയ്തതാണ് ഈ 350 വെറൈറ്റി. ഈ പൂക്കളൊക്കെ കൊടുക്കുമോ സാധനം? ഇല്ല, ഞാൻ വിൽക്കാനായിട്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇത് കാണുക, ആസ്വദിക്കുക. എങ്ങനെയൊക്കെയാണ് പിന്നെ വരുന്നവര് പൂ കാണാൻ ആൾക്കാർ ഒത്തിരി വരും. അവര് പൂ കാണുന്നത് നമുക്ക് ആനന്ദം. പിന്നെ ഇതിന്റെ പരിചരണം എങ്ങനെയൊക്കെയാണ്? പരിചരണം ഇത് 2 വർഷം കൂടുമ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യും. പിന്നെ എല്ലാ വർഷവും പ്രൂണിങ് ഉണ്ട്. പിന്നെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി, എല്ലുപൊടി അതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. എല്ലാ വർഷവും വളം കൊടുക്കും. 2 വർഷം കൂടുമ്പോൾ റിപ്പോർട്ട് ചെയ്യും. ഇതിനോടൊപ്പം തന്നെ മറ്റു ഇതും കാണാമല്ലോ? കാര്യമായിട്ടില്ല. അത് അഡീനിയം എന്ന് പറയുന്ന സ്ഥലമാണ്. അഡീനിയം ഞാനത് കാര്യമായിട്ട് നോക്കില്ല. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പം ഞാൻ അതിനെ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പം ബോഗൻവില്ല മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. ഫാമിലിയെ കുറിച്ച് പറഞ്ഞില്ല പ്രേക്ഷകർക്ക് വേണ്ടി. ഫാമിലി, എൻ്റെ ഭാര്യയുണ്ട്, 2 പെൺപിള്ളേരാണ്, അവർ വിദേശത്താണ്. അതിന്റെ ഈ സ്ഥലം ഒന്ന് പറഞ്ഞുതരാം. ഇത് മല്ലപ്പള്ളി ആണ്, നെടുങ്ങാടപ്പള്ളി എന്ന് പറയും പ്രോപ്പർ സ്ഥലം. ചവണിക്കാമ്പൾ എന്ന് പറഞ്ഞ വീട്ടിലാണ്. എൻ്റെ വീട്ടുപേര് സാജൻ എന്നാണ് പേര്. എന്ത് ചെയ്യുന്നു? ഞാനൊരു റബ്ബർ വ്യാപാരിയാണ്. അപ്പോൾ ഇതിന്റെ ബാക്കിയുള്ള നമുക്ക് ഈ വിവാഹ ആവശ്യത്തിനൊക്കെ ആൾക്കാർ വന്ന് ചോദിക്കുകയൊക്കെ ചെയ്യും? ഞങ്ങൾ അങ്ങനെ കൊടുക്കാറ്. ഞങ്ങൾ നേരത്തെ ഫ്ലവർ ഷോയ്ക്ക് കൊണ്ടുപോകായിരുന്നു. തിരുവല്ല, കോട്ടയത്തൊക്കെ ഉള്ള ഫ്ലവർ ഷോയ്ക്ക് കൊണ്ടുപോയിരുന്നു. ഇപ്പം ഞങ്ങൾ കൊടുക്കുന്നില്ല. കൊടുക്കാത്ത എന്നാന്ന് വെച്ചാൽ അത് അവര് സൂക്ഷിക്കല. ഇതിങ്ങനെ പുഷ്പിച്ച് നിൽക്കുന്നതിന് കാണുമ്പോഴത്തേന് കണ്ണിനൊരു കണ്ണിനല്ല മനസ്സിന് ഒരു സന്തോഷം. ഇത് നമുക്കും തന്നെ കണ്ണിനും കാതിനും ഒക്കെ സന്തോഷമാണ് ഇവിടെ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.